ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ എ എന്ന പുതിയൊരു സീരീസുമായിട്ടാണ്. ഈ ആർട്ടിക്കിൾ എ എന്ന സീരീസിലൂടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ അടുത്തറിയാനാണ് ശ്രമിക്കുന്നത്. ഈ സീരീസിലൂടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ ആർട്ടിക്കിളിലൂടെയും കടന്നു ചെന്ന് കോൺസ്റ്റിറ്റ്യൂഷനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിരിക്കുന്നത് ലക്ഷ്മികാന്ത് ഉപയോഗിച്ചായിരിക്കും. പക്ഷെ ലക്ഷ്മികാന്ത് എന്നുള്ള ഒരു പുസ്തകത്തിൽ ഉള്ളതിന്റെ അപ്പുറത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ ഡോക്യുമെന്റ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഫിലോസഫി ഉണ്ട്. ഈ ഒരു ഫിലോസഫി അറിഞ്ഞിരിക്കേണ്ടത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ഒരു ജനറൽ സിറ്റിസൺ എന്ന നിലയ്ക്കായാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, ഈയിടെയായി പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് തുടർച്ചയായി ഈ ഫിലോസഫിക്കൽ ബേസിൽ നിന്ന്, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഫിലോസഫിക്കൽ ആംഗിളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടെ വെച്ച് ഓരോ ആർട്ടിക്കിളിനെയും അനലൈസ് ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും ആർട്ടിക്കിൾ എ. സോ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾക്കെല്ലാം അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സോഷ്യൽ കോൺട്രാക്ട് ആണ്. എന്താണ് ഒരു സോഷ്യൽ കോൺട്രാക്ട്? ഒരു സോഷ്യൽ കോൺട്രാക്ട് ഒരു പ്രദേശത്തെ ജനത അവരുടെ ഗവൺമെന്റ് എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സോഷ്യൽ കോൺട്രാക്ട് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലെ സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലെ കോൺസ്റ്റിറ്റ്യൂഷന് ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? ഒന്നാമതായി, ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിന്റെ പവറിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആയിരിക്കും. അതായത് ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റിയായിരിക്കും ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. രണ്ടാമതായി, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ആ സോഷ്യൽ കോൺട്രാക്റ്റിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഉറപ്പായും നൽകേണ്ട ചില റൈറ്റ്സ്, ചില അവകാശങ്ങളെ പറ്റി കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്കറിയാം, പാർട്ട് 3, ഒരു പാർട്ട് മുഴുവൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തർക്കും ഉറപ്പായും ലഭിക്കേണ്ട റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി കാണിക്കുന്നത്. സോ ഈ രണ്ട് ഫീച്ചേഴ്സ് ആണ് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി, അതായത് ഒരു ഡെമോക്രസി ആഗ്രഹിക്കുന്ന ഒരു ജനത നിർബന്ധമായും തങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷനും അവകാശപ്പെടാനാവാത്ത വിധം പ്രത്യേകതകളുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടേത്. ഇത്തരത്തിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നോക്കിയാൽ മാത്രമേ അതിന്റെ ഫിലോസഫി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തൊക്കെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിമാർക്കബിൾ ഫീച്ചേഴ്സ്? അതൊന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പലപ്പോഴും നമ്മളെല്ലാവരും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വലിപ്പം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമുലേറ്റ് ചെയ്ത സമയത്ത് അതിന് 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. ഇന്ന് അത് ഏകദേശം 448 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസുമായി വളർന്നിട്ടുണ്ട്. സോ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസുമായി ഫോർമുലേറ്റ് ചെയ്യപ്പെട്ട നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അക്കാലത്ത് തന്നെ ഒരുപാട് ഭരണഘടനാ വിദഗ്ധർ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് സർ ഐവർ ജെന്നിങ്സ്. സർ ഐവർ ജെന്നിങ്സ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ടു ലോങ്, ടു റിജിഡ് ആൻഡ് ടു പ്രോലിക്സ്. വളരെ വ്യാപ്തിയുള്ള, വളരെ നീളം കൂടിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് സർ ഐവർ ജെന്നിങ്സ് അന്ന് ക്രിറ്റിസൈസ് ചെയ്തത്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാരണം, ഇന്ത്യയിലെ ഭരണഘടനാ അസംബ്ലി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ നിറയെ ലോയർ പൊളിറ്റീഷ്യൻസ്, വക്കീലന്മാരായ രാഷ്ട്രീയക്കാരെ കൊണ്ട് നിറഞ്ഞതിനാലാണ് നമ്മളുടെ ഭരണഘടനയ്ക്ക് ഇത്രയും നീളം കൂടിയത് എന്നാണ്. സോ ഈ ക്രിറ്റിസിസം വാലിഡ് ആണോ? നമുക്കെല്ലാം അറിയാം, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലിയൊരു ഡോക്യുമെന്റ് ആണ്. ഇത്രയും വലുപ്പത്തിന്റെ ആവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു? ഇതിനുള്ള ഉത്തരം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതിൽ അനവധി കൾച്ചറിലുള്ള, അനവധി ഭാഷകൾ സംസാരിക്കുന്ന അനേകം ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ആസ്പിറേഷൻസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആവശ്യമായിരുന്നു. ഞാനൊരു ട്രിവിയ പറയാം. നേരത്തെ ഈ ക്രിറ്റിസിസം ഉന്നയിച്ച സർ ഐവർ ജെന്നിങ്സ് കൂടെ പാർട്ടായി നിർമ്മിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ശ്രീലങ്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കൃത്യം 1 വർഷത്തിന് ശേഷം സ്വതന്ത്രമായ ശ്രീലങ്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്ട് 20 വർഷത്തോളം മാത്രമേ നിലനിന്നുള്ളൂ. ഇത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റിമാർക്കബിൾ ആക്കുന്ന അടുത്ത ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം, ഇന്ത്യക്ക് ചുറ്റും സൗത്ത് ഏഷ്യയിൽ ഡെമോക്രസി ഉള്ള രാജ്യങ്ങൾ, പൂർണ്ണ അർത്ഥത്തിൽ ഡെമോക്രസി ഉള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാന്റെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കൂ. ഇന്ന് വരെ പാകിസ്ഥാനിലെ ഒരു പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിന്റെ ഫുൾ ടേം ഭരിച്ചു തീർത്തിട്ടില്ല.
പാകിസ്ഥാനിൽ റീസെന്റ് ആയി കൺക്ലൂഡ് ചെയ്ത ഇലക്ഷൻസും അതിന്റെ റിസൾട്ട്സും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളും ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും പാകിസ്ഥാനിൽ ഡെമോക്രസി പൂർണ്ണാർത്ഥത്തിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ല. നേപ്പാൾ എന്ന രാജ്യത്തെ എടുത്ത് നോക്കിയാലോ, നേപ്പാളിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന 2015 ശേഷമാണ്. അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം നിലവിൽ വന്നിട്ട് വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. ശ്രീലങ്കയ്ക്ക് ഇതിനോടകം തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതി മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ശ്രീലങ്കയിലും ഈയിടെയായി ഒരുപാട് സിവിൽ ഡിസ്റ്റർബൻസ് നടക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ പോലെയുള്ള അനവധി ഇഷ്യൂസ് ശ്രീലങ്കയെ ഇന്നും അലട്ടുന്നുണ്ട്. ഭൂട്ടാൻ ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് രാജ്യമല്ല. ഭൂട്ടാൻ എന്നുള്ളത് ഒരിക്കലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ രാജ്യമല്ല. അവിടെ രാജഭരണമാണ് നിലനിൽക്കുന്നത്. ബംഗ്ലാദേശിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ കൃത്യമായ ഇലക്ഷൻ നടക്കുകയും അവിടെ ഭരണകൂടങ്ങൾ ഇലക്ഷൻ അനുസരിച്ച് മാറി വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബംഗ്ലാദേശ് ഇസ്ലാം സ്റ്റേറ്റ് റിലീജിയൻ ആക്കിയ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പൂർണ്ണാർത്ഥത്തിൽ ഒരു സെക്യുലർ ഡെമോക്രസിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം എന്തുകൊണ്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിമാർക്കബിൾ ആവുന്നു എന്ന രണ്ടാമത്തെ ഫീച്ചർ നോക്കിക്കാണാൻ. ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്തെ, ഇന്ത്യ എന്ന വളരെ ഡൈവേഴ്സ് ആയ ഒരു രാജ്യത്തെ ഇന്നും പൂർണ്ണാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾക്കിപ്പുറവും പൂർണ്ണാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് ആയി നിലനിർത്തിയതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുമല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിമാർക്കബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഇന്നും ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ കൺട്രി ആയി നിലനിൽക്കുന്നത്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ ഭയാനകമായിരുന്നു. നമുക്കറിയാം, പാർട്ടീഷന് ശേഷം രാജ്യത്തുടനീളം കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കമ്മ്യൂണലി ചാർജഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, ഇത്രയും പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇത്രയും മനോഹരമായ, ഇത്രയും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷന് ജന്മം നൽകിയത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇത്രയും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഫീറ്റ് അച്ചീവ് ചെയ്തത് എന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മളുടെ ഭരണഘടന 1946 നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ തന്നെ ഭരണഘടനയെ പറ്റിയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഭരണഘടനയെ നയിക്കേണ്ട ബേസിക് ഫിലോസഫി നെഹ്റു അണ്ടർലൈൻ ചെയ്തു വെച്ചിരുന്നു. എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തങ്ങളുടെ ജോലി തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഭരണഘടനയെ നയിക്കേണ്ട ഫിലോസഫി അവർക്ക് പറയാൻ കഴിയുന്നത്? ഇതിനുള്ള ഉത്തരം നമ്മളുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ ഡിബേറ്റ്സിലൂടെ ഉയർന്നോ മാത്രമല്ല, മറിച്ചോ നമ്മളുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ, നമ്മളുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള മൂല്യങ്ങളാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നെഹ്റു മുൻപോട്ട് വെച്ചത്. ഇത്തരത്തിൽ പോപ്പുലർ മൂവ്മെന്റിലൂടെ ഉയർന്നുവന്ന മൂല്യങ്ങൾ ആ ജനത മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുള്ളതായിരിക്കും. നമുക്കറിയാം, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പോപ്പുലർ മൂവ്മെന്റിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള പോപ്പുലർ മൂവ്മെന്റിൽ നിന്ന് ഉയർന്നു വന്ന മൂല്യങ്ങൾ ആ കോൺസ്റ്റിറ്റ്യൂഷനെ രൂപകൽപ്പന ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പോപ്പുലർ മൂവ്മെന്റിൽ നിന്ന് ഉയർന്നു വന്ന മൂല്യങ്ങൾ ആ രാജ്യത്തെ ജനത ഒട്ടാകെ അംഗീകരിച്ചിട്ടുള്ളതായിരിക്കും. സോ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ നിന്ന് ഉയർന്നു വന്ന ഇത്തരത്തിലുള്ള മഹത്തായ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ രാജ്യസങ്കല്പം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരു നേഷനാണ്. നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റിയാണ്. നമുക്കറിയാം, മറ്റു പല നേഷൻസിനും മറ്റു പല ഐഡന്റിറ്റികളും ഉണ്ട്. അതായത് ഇപ്പോൾ ജർമ്മനി എടുത്തു കഴിഞ്ഞാൽ അതൊരു ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള നാഷണലിസം ആണ്. ജർമ്മൻ സംസാരിക്കുന്ന ആളുകളുടെ രാജ്യമാണ് ജർമ്മനി. നമ്മളുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തെ സ്റ്റേറ്റ് റിലീജിയനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ്. പൊതുവിൽ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടും റിലീജിയനെ ബേസ് ചെയ്തിട്ടും എല്ലാമാണ് നാഷൻ എന്നുള്ള സങ്കല്പം നിലനിൽക്കുന്നത് എങ്കിൽ നമ്മളുടെ രാജ്യം, നമ്മളുടെ നാഷണലിസം എന്ന് പറയുന്നത് സിവിക് നാഷണലിസം ആണ്. ആ സിവിക് നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ജസ്റ്റിസ് എന്ന് തുടങ്ങി അനേകം മൂല്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നാഷണലിസം ആണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഇത്തരം മൂല്യങ്ങളാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മളുടെ ഭരണഘടനയിലേക്ക് സ്വാംശീകരിച്ചിട്ടുള്ളത്. ഇതിലൂടെയാണ് ലോകത്തിൽ വളരെ ചുരുക്കമായി മാത്രം കാണപ്പെടുന്ന ഒരു സിവിക് നേഷൻ സ്റ്റേറ്റ് ആയി ഇന്ത്യ ഉയർന്നു വന്നത്. ഇത്രയുമാണ് ഭരണഘടനയുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നിലവിൽ വന്നത്, അതെങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നതിനെ പറ്റി ഇത്രയുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പ്രിയാമ്പിൾ എന്താണ്, പ്രിയാമ്പിൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഫിലോസഫി എന്തൊക്കെയാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നും മറ്റും നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.